മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നാൽ ഇത് നമുക്ക് 4-5 ദിവസം കൊണ്ട് തന്നെ കിളിർത്ത് വരും. ഇനി അതിനായിട്ട് നമ്മളൊരു പോട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ആ പോട്ട് ഫില്ല് ചെയ്യുന്നതിനായി ഗാർഡൻ സോയിൽ, കോക്കോ പിറ്റ്, ചാണകപ്പൊടി, അല്പം വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ 50 ഗ്രാം ഡോളോമൈറ്റ് കൂടി മിക്സ് ചെയ്ത്, ഡോളോമൈറ്റ് മിക്സ് ചെയ്യുന്നത് മണ്ണിൻ്റെ പുളിപ്പൊന്ന് മാറി pH ലെവൽ ബാലൻസ് ചെയ്യുന്നതിനാണ്. പോട്ടിൻ്റെ അടിയിലായിട്ട് കുറച്ച് കരിയില കൂടി കൈകൊണ്ട് പൊടിച്ച് നമ്മൾ ഇടേണ്ടതുണ്ട്. ഇട്ടതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പോട്ടി മിക്സ് അതിലേക്ക് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നിറച്ച് ഫില്ല് ചെയ്ത്, ഞാനൊരു വലിയ പോട്ടാണ്, ഒരു പരന്നൊരു പോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഈ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വിത്തെല്ലാം തന്നെ അതിനകത്ത് പാകി മുളപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫില്ല് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. നനച്ചതിന് ശേഷം നമ്മളൊരു കമ്പ് ഉപയോഗിച്ച് അതൊന്ന് ചാല് കീറി കൊടുക്കണം. വിത്ത് പാകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സീഡ് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏതാണ്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ നമുക്ക് വെള്ളം അരിച്ചെടുത്താൽ വെള്ളത്തിൽ നിന്ന് നമുക്ക് എല്ലായിടവും സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വിതയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ വെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ട് അതൊന്ന് എല്ലാ ചാലുകളിലേക്കും ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് മേൽമണ്ണ് മൂടി കൊടുക്കണം. അതിനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ച് കോക്കോപീറ്റും കരിയില കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്ത ഒരു മിക്സാണ് മുകളിലേക്ക് ഒന്ന് പുതയ്ക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു പാത്രം, ഏതെങ്കിലും ഇത് മുഴുവനായിട്ട് അടയുന്ന ഏതെങ്കിലും ഒരു പാത്രം ഉപയോഗിച്ച് അടച്ച് വയ്ക്കുക. അടച്ച് ഒരു 4-5 ദിവസത്തേക്ക് മാറ്റി വെക്കുക. 4-5 ദിവസം കൊണ്ട് തന്നെ ഇത് കിളിർക്കും. അടച്ച് വെക്കുന്നത് ഊഷ്മാവ് ഇതിൽ തങ്ങി നിന്നിട്ട് പെട്ടെന്ന് കിളിർത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പാലക്ക് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 30 മുതൽ 40 ദിവസം വരെയാണ്. അതുപോലെ തന്നെ ഒരു സിംഗിൾ ചെടിയിൽ നിന്ന് നമുക്ക് 4 മുതൽ 8 പ്രാവശ്യം വരെ തന്നെ കട്ട് ചെയ്ത് ഇലകൾ എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇത് 12 ദിവസമായ പാലക്കിൻ്റെ തൈയാണ്. ഇതിപ്പോൾ ക്ലസ്റ്ററായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ക്ലസ്റ്ററായിട്ട് നിർത്തിയാൽ ഇലകൾക്ക് വലിപ്പം വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ച് ചുവടുകളും നമുക്ക് മറ്റുള്ള പോട്ടുകളിലേക്ക് മാറ്റി നട്ട് ഇലകൾക്ക് വായു സഞ്ചാരം കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഇലകളായി മാറും. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം പാലക്ക് വളർത്തേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ വളമായി കൊടുക്കാനുള്ളത് കടലപ്പിണ്ണാക്കും പച്ച ചാണകത്തിൻ്റെ തെളിയും പിന്നെ ഗോമൂത്രം കൂടി ഒഴിച്ചു കൊടുത്താൽ പാലക്ക് നല്ല പുഷ്ടിയോടെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.